ഒരു കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാമെന്നാണ് നമ്മൾ അപ്പോൾ കാണാൻ പോകുന്നത്. 2F എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അതായത് അപ്പോൾ എഫ് എന്ന് പറയുന്നത് 2.5 വരണം. എഫ് എന്ന് പറയുന്നത് 2.5 സെൻറ്റിമീറ്റർ. രണ്ട് സൈഡിലേക്കും നമ്മൾ വരയ്ക്കാൻ പോകുന്നത് 5 സെൻറ്റിമീറ്റർ 2F ഉള്ള ഒരു കോൺവെക്സ് ലെൻസാണ്. അത് കഴിഞ്ഞ് കോൺകേവ് ലെൻസ്. അപ്പോൾ നമുക്കിപ്പോൾ 6 ആണ് വരയ്ക്കേണ്ടതെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണം. 7 ആണ് 2F വരണമെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണം. നമ്മൾ വരയ്ക്കാൻ പോകുന്നത് 2F 5 സെൻറ്റിമീറ്റർ. അപ്പോൾ 2F 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പുറത്തേക്ക് ഇടത്തെ വശത്തേക്കും ഒരു 2F1 ഉണ്ട്, വലത്തെ സൈഡിലേക്കും ഒരു 2F2 ഉണ്ട്. അപ്പോൾ 2F1 + 2F2 എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ വരും നമുക്ക് വരയ്ക്കേണ്ടതാണ്. അപ്പോൾ ടോട്ടൽ 10 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ 10 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആദ്യം നമ്മൾ വരയ്ക്കുന്നു. എന്നിട്ട് നമുക്ക് 2F ഇവിടെ വേണ്ടത് 5 സെൻറ്റിമീറ്റർ ആണ്. 2F വേണ്ടത് 5 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് ഞാൻ 5-ൽ ഒരു മാർക്ക് ചെയ്യുന്നു. 0-ൽ 2F1 വേണ്ടി ഒരു മാർക്ക് കൊടുക്കുന്നു. 10-ൽ 2F2 വേണ്ടി ഒരു മാർക്കിങ് കൊടുക്കുന്നു. സോ ഇനി കറക്റ്റ് ഒരു പ്രൊട്രാക്ടർ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈൻ നമ്മൾ ഈ 5 സെൻറ്റിമീറ്ററിലൂടെ വരച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇനി അടുത്തതായിട്ട് നോക്കേണ്ടത്, ഓക്കെ, ഇത് 10 സെൻറ്റിമീറ്റർ ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ലെൻസസിൻ്റെ ഡിഫറെൻറ്റ് സർഫസ്, അതായത് 2 സർഫസസ്, അത് നമ്മൾ വരയ്ക്കണം. അപ്പോൾ തിക്നെസ് ആണ് നമ്മുടെ അടുത്തൊരു ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം. തിക്നെസ് നോക്കുമ്പോൾ എനിക്ക് 2 സെൻറ്റിമീറ്റർ തിക്നെസ് ഉള്ളത് വരയ്ക്കണമെങ്കിൽ ഈ 10 സെൻറ്റിമീറ്റർ ഇവിടെ ഈ 10 സെൻറ്റിമീറ്ററിൽ നിന്ന് ഞാൻ എങ്ങോട്ടേക്ക് ഇവിടെ 4 എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലേക്ക് ഡിസ്റ്റൻസ് എടുത്തിട്ട് എനിക്ക് വരയ്ക്കാൻ പറ്റും. എനിക്ക് 4 സെൻറ്റിമീറ്റർ തിക്നെസ് ഉള്ള ഒരു ലെൻസാണ് എനിക്ക് വരയ്ക്കേണ്ടതെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ നിന്ന് 10 സെൻറ്റിമീറ്ററിൽ നിന്ന് ഇങ്ങോട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി ചെയ്യുക. അപ്പോൾ നമ്മളൊരു വളരെ തിക്നെസ് കുറഞ്ഞ 2 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലെൻസാണ് വരയ്ക്കാൻ പോകുന്നത്. ഇനി ഇൻ കേസ് 2 സെൻറ്റിമീറ്റർ വേണ്ട, 1 സെൻറ്റിമീറ്റർ മതിയെങ്കിൽ നമ്മൾ ഈ 10 സെൻറ്റിമീറ്ററിൽ നിന്ന് തുടങ്ങി ഈ 4.5 വരെ എത്തിക്കുക. ഞാൻ 2 സെൻറ്റിമീറ്റർ തിക്നെസ് ഉള്ളതാണ് എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് 4 സെൻറ്റിമീറ്ററിലേക്ക് ഞാൻ കോമ്പസിനെ പോയിൻ്റ് ഔട്ട് ചെയ്തു. എന്നിട്ട് അത് വരയ്ക്കുന്നു. ഫസ്റ്റ് സർഫസ് ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് സർഫസ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്നും തിക്നെസ് 1 സെൻറ്റിമീറ്റർ അല്ലേ എടുക്കേണ്ടത്. അപ്പോൾ 6-ലേക്കാണ് എത്തിക്കേണ്ടത്. മറ്റേത് ഓൾറെഡി നമ്മൾ 10-ൽ നിന്ന് 4-ലേക്ക് എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടെയും അത് 6 സെൻറ്റിമീറ്ററിൽ തന്നെ കിട്ടിക്കോളും. എന്നിട്ട് ഈ ഒരു കറക്റ്റ് പോയിന്റിൽ നിന്ന് നമ്മൾ രണ്ടാമത്തെ സർഫസ് അതും നമ്മൾ വരയ്ക്കുന്നു. സോ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് തിക്നെസ് 2 സെൻറ്റിമീറ്റർ ഉള്ള ഒരു കോൺവെക്സ് ലെൻസാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് പെർഫെക്റ്റ്ലി ഇതിൻ്റെ 2F-ൻ്റെ സെൻറ്റിമീറ്റർ ദൂരം എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 2F 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ F 2.5 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും 5 സെൻറ്റിമീറ്ററിൽ 2F2-ലേക്കുള്ള ദൂരം ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് 2.5-ലാണ് നമ്മൾ ഫോക്കസ് അല്ലെങ്കിൽ എഫ് അടയാളപ്പെടുത്തേണ്ടത്. ഇതപ്പോൾ ഒപ്റ്റിക്കൽ സെൻറ്റർ O, ഇത് F1, ഇത് 2F1, ഇത് F2, ഇത് 2F2 എന്നിങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അടുത്തതായിട്ട് കോൺകേവ് ലെൻസാണ് നമുക്ക് വരയ്ക്കേണ്ടതെങ്കിൽ അതും 5 സെൻറ്റിമീറ്ററാണ് നമുക്ക് 2F വരേണ്ടതെങ്കിൽ 10 സെൻറ്റിമീറ്റർ എടുക്കുക. ടോട്ടൽ 10 സെൻറ്റിമീറ്റർ വരയ്ക്കുക. 10 സെൻറ്റിമീറ്റർ വരയ്ക്കുക. ടോട്ടൽ 10 സെൻറ്റിമീറ്റർ വരച്ചിട്ട് കറക്റ്റ് 5-ൽ നമ്മളൊരു മാർക്ക് ചെയ്യുന്നു. അതായിരിക്കും ഒപ്റ്റിക് സെൻറ്റർ. എന്നിട്ട് ഇവിടെയും 1 സെൻറ്റിമീറ്റർ തിക്നെസ് ഉള്ള ഒരു കോൺകേവ് ലെൻസ്, ഈ സൈഡിലേക്ക് 1 സെൻറ്റിമീറ്റർ തിക്നെസ്, ഈ സൈഡിലേക്കും ടോട്ടൽ 2 സെൻറ്റിമീറ്റർ തിക്നെസ് ഉള്ള ഒരു കോൺകേവ് ലെൻസാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 10-ൽ പോയിൻ്റ് വെച്ചിട്ട് പെൻസിലിൻ്റെ ആ ഭാഗം 6 സെൻറ്റിമീറ്ററിൽ എത്തിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ആർക്ക് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നു. വേറൊരാർക്ക് അതേ തിക്നെസ്സിൽ നമ്മൾ ഇങ്ങോട്ടേക്കും വരയ്ക്കുന്നു. ഇനി ഒപ്റ്റിക് സെൻറ്റർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മളിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ യോജിപ്പിക്കുന്നു. ജസ്റ്റ് ഇത് എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് ഞാൻ നോക്കുന്നു. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് അപ്രോക്സിമേറ്റ്ലി 2 സെൻറ്റിമീറ്റർ ആണ്. കറക്റ്റ് പറയുക, ഇത് ഏകദേശം ഞാൻ എടുത്തിരിക്കുന്നത് 2.2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ താഴേക്കും 2.2 സെൻറ്റിമീറ്റർ ഞാൻ എടുത്തിട്ട് ഇവിടെ നിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നു. ഇങ്ങനെ നമുക്ക് കോൺകേവ് ലെൻസസ് വരയ്ക്കാം. ഇനി ഇത് ഒപ്റ്റിക് സെൻറ്റർ. അതുപോലെ തന്നെ ഇത് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മുടെ ഫോക്കസ് വരുന്നത് 2.5 സെൻറ്റിമീറ്റർ ആണ്.
ഇവിടെ 7.5 സെൻറ്റിമീറ്ററിൽ നമുക്ക് പോയിൻ്റ് ഇടാം. സോ ദിസ് ഈസ് 2F1, this is F1, this is F2 and this is 2F2.